ഇസ്രായേലിനെതിരെ സഖ്യകക്ഷികളെയും കൂട്ടി യുദ്ധത്തിന് അണിനിരക്കുമെന്ന് പരിശുദ്ധ ബൈബിളിൽ അസന്നിഗ്ധമായി പ്രവചിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഏലാം, പേർഷ്യ എന്നീ പേരുകളിലാണ് പഴയ നിയമത്തിൽ ഇന്നത്തെ ഇറാനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ പരിശുദ്ധ ബൈബിളിൽ മാത്രമല്ല, 1935 ഔദ്യോഗികമായി ഇറാൻ എന്ന പേര് പ്രഖ്യാപിക്കുന്നതുവരെ ഇറാനെ ലോകം പേർഷ്യ എന്നാണ് വിളിച്ചിരുന്നത്. പരിശുദ്ധ ബൈബിൾ മുന്നമേ പറഞ്ഞിട്ടുള്ള പ്രകാരമാണ് ഇറാൻ ചരിത്ര ഭൂപടത്തിൽ മായുകയും തെളിയുകയും ചെയ്തിട്ടുള്ളത്. BC 600കളിൽ ജെറമിയ പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചു: വേട്ടയാടുന്ന ശത്രുക്കളുടെ മുൻപിൽ സംഭീതരാകാൻ ഞാൻ ഏലാമിന് ഇടവരുത്തും. എന്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ വാൾ അവരെ പിന്തുടരും. ഇത് പൂർത്തീകരിച്ചുകൊണ്ട് BC 596 ബാബിലോൺ ഇന്നത്തെ ഇറാന്റെ ഭാഗമായിരുന്ന അന്നത്തെ ഏലാമിനെ കീഴടക്കി. യെശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിലെ ബാബിലോണിന്റെ പതനം എന്ന പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് പേർഷ്യൻ രാജാവായിരുന്ന മഹാനായ സൈറസിന്റെ വാഴ്ചകാലത്ത് ബാബിലോൺ വീഴുകയും അങ്ങനെ ഏലാം പേർഷ്യയുടെ ഭാഗമാകുകയും ചെയ്തു. ദാനിയേൽ, എസ്റ്റർ, നെഹമ്യ എന്നിവരുടെ പ്രവചന ഗ്രന്ഥങ്ങളിൽ ഇന്നത്തെ ഇറാൻ അഥവാ അന്നത്തെ പേർഷ്യയെപ്പറ്റി പരാമർശങ്ങളുണ്ട്. ദാനിയേൽ 8-ലെ പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് BC 331 അലക്സാണ്ടർ ദി ഗ്രേറ്റ് പേർഷ്യ എന്ന സാമ്രാജ്യ ശക്തിയെ തകർത്തെറിഞ്ഞു. സെലൂഷ്യൻസ്, പാർത്തിയാക്കാർ, റോമൻസ്, ബൈസന്റൈൻസ്, ഇസ്ലാമിക അധിനിവേശങ്ങളിൽ പേർഷ്യ പലരുടെയും കീഴിൽ അടിച്ചമർത്തപ്പെട്ടു. പക്ഷേ അവസാന നാളുകളിൽ ഏലാമിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ജെറമിയ 49:39 പറയുന്നത് പോലെ 1501 ഇറാൻ ഒരു രാജ്യമായി വീണ്ടും ഉയർത്തപ്പെട്ടു. എന്നാൽ 1935 വരെ പേർഷ്യ എന്നു തന്നെയായിരുന്നു പലയിടങ്ങളിലും, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് ഇറാൻ അറിയപ്പെട്ടിരുന്നത്. ഇനി ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് വരാം. ഇറാന്റെ നേതൃത്വത്തിൽ ലെബനന്റെ ഹിസ്ബുള്ളയും ഗാസയുടെ ഹമാസും യമന്റെ ഹൂതികളും ഇസ്രായേലിനെതിരെ യുദ്ധസന്നാഹങ്ങൾ നടത്തുന്നു. എസെക്കിയേൽ 38:5 പ്രവചന വചനം ഇവിടെയാണ് പ്രസക്തി നേടുന്നത്. പേർഷ്യക്കാരും കുശ്യരും പുത്തിരും പരിചയും പടത്തുപ്പയും ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരിക്കും. തുടർന്ന് 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഭൂമി മറയ്ക്കുന്ന മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നുവരും. ഇന്നത്തെ യുദ്ധ സാഹചര്യങ്ങൾ ബൈബിൾ പ്രവചനങ്ങൾ പഠിക്കുന്ന പലരിലും മേൽപ്പറഞ്ഞ വചനങ്ങളുടെ സ്മരണകളാണ് ഉണർത്തിയിരിക്കുന്നത് എന്നതിൽ അതിശയമില്ല. സങ്കീർത്തനങ്ങൾ 83:4 പറയുന്നത് പോലെ, വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു എന്ന പ്രവചന വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിക്കൊണ്ട് ഇറാന്റെ നേതൃത്വത്തിൽ ഭീകരവാദ പ്രത്യയ ശാസ്ത്രങ്ങൾക്കായി കരങ്ങൾ കോർത്തിരിക്കുന്ന രാജ്യങ്ങൾ ഡെത്ത് ടു ഇസ്രായേൽ മുദ്രാവാക്യങ്ങൾ പരസ്യമായി മുഴക്കുകയാണ്. യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇങ്ങനൊരു യുദ്ധം ഉണ്ടായാൽ അത് കർത്താവിന്റെ പ്രത്യാഗമനത്തിനുള്ള മുന്നറിയിപ്പ് കാഹളം കൂടിയാണ് എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. പ്രവചന ഘടികാരം കർത്താവിന്റെ ദ്വിതീയ ആഗമന മണിക്കൂർ അടുക്കുന്നതായുള്ള മണിനാദങ്ങൾ ഒന്നൊന്നായി മുഴക്കുമ്പോൾ അവയെല്ലാം കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് മുന്നോട്ടു പോകുന്നവരുടെ ഗതി വിധി ദിനത്തിൽ ഭയാനകമായിരിക്കും. വിവേകശൂന്യരായ കന്യകമാരുടെ വിധി നമുക്ക് ഭവിക്കാതിരിക്കട്ടെ. ഇതെല്ലാം കണ്ട് കാലത്തെ വിവേചിക്കുന്നവർ വിവേകവതികളായ കന്യകമാരെ പോലെ ഇപ്പോൾ തങ്ങളുടെ വിളക്കുകളിൽ എണ്ണയൊഴിച്ച് കർത്താവിന്റെ വരവിനായി തങ്ങളെ തന്നെ ഒരുക്കട്ടെ.